അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, റബീഉൽ അവ്വൽ മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ മാസമാണ് എന്നെല്ലാവർക്കും അറിയുന്നതല്ലേ. എങ്കിൽ എങ്ങനെയാണ് ആ മാസത്തിൽ ജന്മദിനം ആഘോഷിക്കുക? ഇങ്ങനെ ചിലർ ചോദിക്കുന്നു. അതിന് മറുപടി എന്ന് പറഞ്ഞിട്ട് സാബി എന്ന് പറയുന്നയാൾ ഒരു മറുപടി ഇറക്കിയത് കണ്ടു. അപ്പം അയാൾ കാര്യമായിട്ട് പറയുന്നത്, പൊതുവിൽ ഞാൻ കണ്ട എല്ലാ ക്ലിപ്പിലും പോലെ ഏതെങ്കിലുമൊക്കെ ഒരു ഹദീസ് ഉദ്ധരിക്കും. മിക്കതും ദുർബലമായ ഹദീസുകളാണ് ഉദ്ധരിക്കുന്നത്. അതല്ലെങ്കിൽ ഏതെങ്കിലും ആയത്തോ ഹദീസോ ഉദ്ധരിച്ചിട്ട് അതിന് തോന്നിയതുപോലെയുള്ള വ്യാഖ്യാനം പറയുന്നത്. പണ്ഡിതന്മാർക്ക് ആർക്കും പരിചയമില്ലാത്ത വ്യാഖ്യാനം പറയാം. അപ്പം അത് തന്നെയാണ് ഇവിടെയും തുടർന്നിട്ടുള്ളത്. അയാൾ ഉദ്ധരിക്കുന്നത് ഒരു ഹദീസ്, അത് ഹയാത്തി ഖൈറുല്ലക്കും വമമാത്തി ഖൈറുല്ലക്കും എന്ന് പറയുന്ന ഹദീസാണ്. ഇതിന് ദുർബലമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ശരി, ഞാനത് സ്വഹീഹാണ് എന്ന് തന്നെ സങ്കല്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എൻ്റെ ജീവിതവും എൻ്റെ മരണവും ഖൈറാണ് എന്നുള്ളതാണ്. എന്നിട്ട് അയാൾ പിന്നീട് പറഞ്ഞു വെക്കുന്നത്, ജനിച്ചത് കൊണ്ട് നമ്മൾ സന്തോഷിക്കുകയാണോ വേണ്ടത്, അതല്ല വഫാത്തായതുകൊണ്ട് ദുഃഖിക്കുകയാണോ വേണ്ടത്? ഒരു പ്രധാനപ്പെട്ട ചോദ്യചിഹ്നം കേട്ടോ. അപ്പോൾ ആളുകളുടെ മനസ്സിൽ ഈ രണ്ട് കാര്യം മാത്രമായി, ഒന്നുകിൽ സന്തോഷിക്കണോ ദുഃഖിക്കണോ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ചെയ്യണം എന്നാളുടെ മനസ്സിലായി. എന്നിട്ട് ഉടനെ പറഞ്ഞു, ദുഃഖിക്കാൻ നമുക്കൊരിക്കലും പാടില്ല. കാരണം ശരീഅത്തിൽ ദുഃഖിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആർത്തട്ടഹസിച്ചിട്ട് കരയാൻ പാടില്ല, ഭാര്യക്കല്ലാതെ വേറൊരാൾക്കും ഒരുപാട് കാലം ദുഃഖിക്കാൻ പാടില്ല എന്ന ശരിയായിട്ടുള്ള ഒരുപാട് കാര്യം പറയാം. അപ്പോൾ അതേതായാലും പാടില്ല. അപ്പോൾ പിന്നെ ജനങ്ങൾക്ക് തോന്നുക, അപ്പോൾ ഈ ഓപ്ഷനാണ്. ഇനി ബാക്കിയുള്ളത് ജന്മദിനത്തിൽ സന്തോഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് സന്തോഷിക്കുക എന്നുള്ള നിലക്കാണ് പറയുന്നത്. സഹോദര, മരിച്ചാൽ ആ രൂപത്തിലുള്ള ആചാരങ്ങൾ പാടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളൊക്കെ സമസ്തയും മറ്റുമൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ളത് അത് വേറെയാണ്, അത് ദീനിലില്ലാത്തൊരു കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ. എന്നാൽ ജനിച്ചാൽ അങ്ങോട്ട് സന്തോഷിക്കുക എന്നു മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനൊരു നിയന്ത്രണവും വെച്ചിട്ടില്ല എന്ന് റബ്ബിൻ്റെ പേരിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കളവ് പറയാൻ സാധിച്ചത്? ദീനുൽ ഇസ്ലാമിൽ എവിടെയാണ് ജന്മദിനവുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന രൂപത്തിൽ നിയന്ത്രണമില്ലാത്ത ആഘോഷങ്ങൾ നടത്താൻ എവിടെയാണ് തെളിവുള്ളത്? നിങ്ങളത് തെളിവൊന്നും ഉദ്ധരിക്കണം. ജന്മദിനവുമായി ബന്ധപ്പെട്ട് നിയന്ത്രണം ഇല്ലാതെ എന്തും ചെയ്യാന്നുള്ളത്. കാരണം ഇത് ഇബാദത്തിൻ്റെ കാര്യമാണ്, ആദാത്തുകളെക്കുറിച്ചിട്ടല്ല, ദിനചര്യകളെക്കുറിച്ചിട്ടല്ല ഞാൻ ഈ ചോദിക്കുന്നത്. ഇബാദത്തുകളെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ അതിന് തെളിവ് വേണം. ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കണം. നബിദിനം കഴിക്കാൻ, ജന്മദിനം കഴിക്കാൻ ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കണം, ഹദീസുകളിൽ നിന്ന് ഉദ്ധരിക്കണം. ഇനി സഹോദര, നീ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നൊക്കെ ഉദ്ധരിക്കുമ്പോൾ നീ നിൻ്റെ വാദത്തിൽ കൂടുതൽ ദുർബലനാവുകയാണ്. എന്താണെന്നറിയോ? നീ ഖുർആനിൽ ഒരു ആയത്ത് ഉദ്ധരിക്കുന്നുണ്ടല്ലോ, സൂറത്ത് യൂനുസിൽ, മറ്റൊരു ക്ലിപ്പിൽ. അതേപോലെ ചില ഹദീസുകളൊക്കെ നീ ഉദ്ധരിക്കുന്നുണ്ടല്ലോ. ഈമാൻ ഒരാളുടെ പൂർണ്ണമാവുകയില്ല, കാമിലാവുകയില്ല. അവന് എല്ലാവരെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്നത് വരെ എന്നൊക്കെ നീ ഉദ്ധരിക്കുമ്പോൾ നീ നിൻ്റെ വാദത്തെ കൂടുതൽ ദുർബലമാക്കുകയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? ഈ ഹദീസൊക്കെ ഉദ്ധരിച്ചത് ആരാണ്? സ്വഹാബികളാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും നന്നായി ഖുർആനിനെ മനസ്സിലാക്കിയത് ആരാണ്? സ്വഹാബികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു എന്നുള്ള കാര്യമാണ്, അതിൽ സംശയമൊന്നുമില്ലല്ലോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് 4-ാം നൂറ്റാണ്ടാകുന്നത് വരെ സ്വഹാബികൾ, താബിഈങ്ങൾ, അഇമ്മത്തുകൾ, മുഹദ്ദിസുകൾ, ഇവർക്കാർക്കും നീയൊന്നും പറയുന്ന ഈ ആയത്തുകൾ തിരിഞ്ഞിട്ടില്ല, നീയൊന്നും പറയുന്ന ഈ ഹദീസുകൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് ഉദ്ധരിക്കുന്നുള്ളൂ. എത്ര ഉദ്ധരിക്കുന്നോ അത്രയും നീ ദുർബലനാവുകയാണ്. കാരണം എന്താ? ഈ പറയുന്നത് ആർക്കും, ഈ പറയുന്ന തെളിവുകളൊന്നും സ്വഹാബികൾക്കും അഇമ്മത്തുകൾക്കൊന്നും മനസ്സിലായില്ല എന്നാണ് നീ പറയാതെ പറയുന്നത്. എത്ര ഗൗരവമുള്ള കാര്യമാണത്. അതുകൊണ്ട് ഈ പറയുന്ന എന്ത് ആയത്ത് ഉദ്ധരിച്ചാലും ശരി, ഇതെന്താ, ഇത് ഈ പറയുന്ന ആയത്തുകളൊന്നും എന്താ മുഫസ്സിറുകൾക്കും ഖുർആൻ മുഴുവൻ മനസ്സിലാക്കിയ സ്വഹാബികൾക്കും, അബ്ദുല്ലാഹിബ്ൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ, അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ, അവരൊക്കെ ഫഖറായിട്ട് പറയുന്ന കാര്യം, അവർക്ക് ഖുർആനിൽ ഏത് ആയത്ത് ചോദിച്ചാലും അത് എവിടെ ഇറങ്ങി, അതിൻ്റെ യഥാർത്ഥ വിശദീകരണം എന്ത് എന്ന് കൃത്യമായി പറയാൻ പറ്റുന്ന ആളുകളാണ്. അപ്പോൾ അവർക്കാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നീ പറയുന്നത് പോലെ നിയന്ത്രണം വെക്കാത്ത രൂപത്തിൽ ആഘോഷിക്കാമെന്ന് പറഞ്ഞ കാര്യം ഒന്നും മനസ്സിലായിട്ടില്ല. എന്നിട്ട് ഒരു വർഷം പോലും റബീഉൽ അവ്വൽ 12-ന് അവരാഘോഷിച്ചിട്ടില്ല. ചിന്തിക്കണ്ടേ? പിന്നെ നീ പറയുന്നത് ഇടയ്ക്കൊരു സഹീഹ് ഹദീസ് ഉദ്ധരിക്കാറുണ്ട്. അതായത് തിങ്കളാഴ്ചത്തെ നോമ്പ് ശരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അതിലാണ് ഞാൻ ജനിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത്. ജനിച്ച ദിവസം എന്താണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞത്? അത് ജനിച്ചത് മാത്രമല്ല, മറ്റു ചില കാര്യങ്ങളും പറയുന്നുണ്ട്. ശരി, ജനിച്ച ദിവസം എന്താ ചെയ്യാൻ പറഞ്ഞത്? തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കാനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എത്ര പ്രാവശ്യം തിങ്കളാഴ്ച ദിവസം നബിദിനം വന്നിട്ടുണ്ട്? അന്ന് നിങ്ങൾ നോമ്പെടുക്കുകയാണോ ചെയ്യാറുള്ളത് ഈ സുന്നത്ത് പിൻപറ്റിക്കൊണ്ട്? അതല്ല പെരുന്നാളിനേക്കാളും ഉഷാറായി ബിരിയാണി വെച്ചും പായസം കൊടുത്തുമൊക്കെ നബിദിനം കഴിക്കുകയാണോ ചെയ്യാറുള്ളത്? ചിന്തിച്ചു നോക്കുക. അപ്പോൾ തിങ്കളാഴ്ച നോമ്പെടുക്കാൻ പറഞ്ഞത് നിങ്ങളങ്ങ് പെരുന്നാളാക്കുക. നോമ്പെടുക്കാനുള്ള തെളിവിന് നിങ്ങൾക്ക് പെരുന്നാളാണ് ആക്കാൻ പറ്റുന്നത്. തെളിവ് ഉദ്ധരിക്കുന്നത് നോമ്പിന്, ചെയ്യുന്നത് പെരുന്നാൾ. എന്ത് വിരോധാഭാസമാണ് ഈ ചെയ്യുന്നത്? പിന്നെ അവസാനം പറയുന്നത്, നമ്മൾ ഒരിക്കലും റബീഉൽ അവ്വൽ ജനനത്തിൻ്റെ പേരിലാണ് നമ്മൾ ആഘോഷിക്കുന്നത്, വഫാത്തിൻ്റെ പേരിൽ. നമ്മൾ ആരും അത് പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ പേരിലാണ് നിങ്ങൾ ആഘോഷിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഇസ്ലാമിനെ നമുക്ക് സംശയിക്കേണ്ടി വരും, അല്ലേ? ഈ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിന് ആരെങ്കിലും സന്തോഷിക്കുമോ?
ഒരിക്കലും സന്തോഷിക്കുകയില്ല. അതാരും പറഞ്ഞിട്ടില്ല, പക്ഷെ ഇത് കൂട്ടത്തിൽ പറഞ്ഞതാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് റബീഉൽ അവ്വൽ 12 സഹാബികൾ കരഞ്ഞ ആ ദിവസത്തിൽ, മദീനയെ ഇരുട്ടിലായെത്തിയ ആ ദിവസത്തിൽ, ആ റബീഉൽ അവ്വൽ 12 വരുമ്പോൾ എത്ര കൃത്യമായി നിങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു തെളിവ് പോലും ഇല്ലാഞ്ഞിട്ട്, അത് നമ്മളങ്ങനെ കൂട്ടത്തിൽ ചോദിച്ചതാണ്. അതല്ലാതെ അതുമാത്രം കൊണ്ടാണ് നിങ്ങൾ ആഘോഷിക്കുന്നത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് തെളിവില്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ എതിർക്കുന്നത്, മനസ്സിലാക്കുക. പിന്നെ അവസാനത്തിലൊരു ഹദീസും, ഇന്നമൽ അമാലു ബിന്നിയാത്ത്, ആളുകളെ മുഴുവനും പൊട്ടന്മാരാക്കുന്ന രൂപത്തിൽ, സാധുക്കളായ ജനങ്ങളെ വഞ്ചിക്കുന്ന രൂപത്തിൽ ഒരു സ്വഹീഹായ ഹദീസ് ഉദ്ധരിക്കുകയാണ്. അമലുകളെല്ലാം നിയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കേൾക്കുമ്പോൾ എല്ലാവർക്കും ശരിയായി തോന്നും. അങ്ങനെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമോ? നല്ല നിയത്തുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം സ്വീകരിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക വേണ്ടതില്ലേ? നീ ഏതൊരു കാര്യം നിനക്ക് നല്ല നിയത്തുണ്ട് എന്ന് വിചാരിച്ചാൽ സ്വീകരിക്കോ? നല്ല നിയത്തോടു കൂടി നീ മഗ്രിബിന് 3 റക്അത്ത് നിസ്കരിച്ച് അവിടെ ഇരിക്കാതെ 4ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റാൽ എന്താണ് അതിൻ്റെ വിധി? മനഃപൂർവ്വം ഒരാൾ ഒരു റുക്കിന് വർദ്ധിപ്പിച്ചാൽ അയാൾ നിസ്കാരം ബാത്തിലായി പോകും. എന്താ നല്ല നിയത്ത് പരിഗണിക്കാത്തത്? അയാൾ ഉദ്ദേശിക്കുകയാണ് ഫാത്തിഹ അല്ലേ, അല്ല അങ്ങനെയാണല്ലോ തെളിവ് പിടിക്കൽ, വ്യത്യസ്ത തെളിവുകൾ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഉണ്ടാക്കലാണല്ലോ. ഫാത്തിഹയുടെ ഫദിലകളൊക്കെ ഉദ്ധരിക്കുക. ഫാത്തിഹ അല്ലേ ഞാൻ 4ാമത്തെ റക്അത്തിൽ ഓതുന്നത്, റുക്കുവിൻ്റെ തെളിവുകൾ ഉദ്ധരിക്കുക. റുക്കു അല്ലേ, അതല്ല റുക്കുവിനെ കുറിച്ച് എന്ത് മാത്രം ഉദ്ധരിക്കാൻ പറ്റും? സുജൂദല്ലേ, അള്ളാഹുവിൽ ഏറ്റവും അടുക്കുന്ന കാര്യമല്ലേ, മഗ്ഫിറത്തല്ലേ ചോദിക്കുന്നത് അല്ലേ, അവിടെ ഒരു സലാത്ത് വരികയല്ലേ. ഇങ്ങനെയൊക്കെ എല്ലാം കൂടി എല്ലാത്തിൻ്റെ ഫضൽ ഉദ്ധരിച്ചിട്ട് ഒരു 4ാമത്തെ റക്അത്ത് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല, പൊളിഞ്ഞു പോകും, മൊത്തം അമൽ പൊളിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഈ വളരെ കൃത്യമായി മനസ്സിലാക്കുക, ഈ ഹദീസ് അത് ദീനുൽ ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. പക്ഷേ അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു ഹദീസുണ്ട്, എങ്കിലും അമലുകൾ മഖ്ബൂലാവുകയുള്ളൂ. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ദീനിൽ പുതുതായി ഒരു പ്രവർത്തനം ചെയ്യുന്നു, ലൈസ അലൈഹി അംറുന, അതാണ് അടിവരയിടേണ്ടത്, അതിലെൻ്റെ കൽപ്പന ഇല്ലെങ്കിൽ പിന്നെ മനസ്സിലാക്കുക ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടുന്നതാണ് എന്നാണ്. അതുകൊണ്ട് നീ പരിശോധിക്കുക, ഈ നബിദിനത്തിന്, ഈ മൗലിദ് പാരായണത്തിന്, ഇങ്ങനെ റബീഉൽ അവ്വൽ 12 വർഷാവർഷം പെരുന്നാളിനേക്കാളും ഗംഭീരമായി ആഘോഷിക്കുന്നതിന് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുണ്ടോ, പ്രോത്സാഹനമുണ്ടോ? അതാണ് ചിന്തിക്കേണ്ടത്. ഇല്ലെങ്കിൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടുന്നതാണ് എന്നാണ്. അതുകൊണ്ട് ഇന്നമൽ അമാൽ ബിന്നിയാത്ത് മാത്രം ഉദ്ധരിച്ചിട്ട് എല്ലാ അമലും അങ്ങോട്ട് നന്നാക്കാൻ നമുക്ക് സാധിക്കില്ല. അങ്ങനെ തോന്നിയതുപോലെ ഓരോരുത്തർക്കും നല്ല നിയത്താണ്, അല്ല മനുഷ്യർക്ക് ഓരോരുത്തർക്കും നല്ല നല്ല നിയത്താണ്. അങ്ങനെ പറ്റുമോ? വർഷത്തിൽ 2 പെരുന്നാൾ, 5 പെരുന്നാളാക്കാം, നല്ല നിയത്താണ്. ആളുകൾക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കാം, ആളുകൾക്കൊക്കെ നല്ല രീതിയിൽ സന്തോഷിപ്പിക്കാം, അങ്ങനെ നല്ല നിയത്താണ്. തോന്നിയതുപോലെ ഓരോന്നും ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഒരുപാട് ആളുകൾ താങ്കളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടാവും. കാരണം അത്രയൊക്കെ വിറ്റ് ഫലസ്തീനിലൊക്കെ സാധുക്കൾക്കൊക്കെ പലതും എത്തിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ കണ്ടിട്ട് പലരും നല്ലതാണ് എന്നൊക്കെ വിചാരിച്ച് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ ഉൾപ്പെടെയുള്ള ആളുകളുടെ ദീനിനെയാണ് നിങ്ങൾ ഫസാദാക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരുന്നത്. അതല്ലാതെ നമുക്കൊന്നും തമ്മിലൊന്നും ഒരു വ്യക്തി വൈരാഗ്യമോ അതല്ലെങ്കിൽ ആ നിലയ്ക്ക് എന്തെങ്കിലുമൊക്കെ ബന്ധമോ ഇല്ല. പക്ഷേ ഒരുപാട് ജനങ്ങളുടെ ദീനിനെ ഫസാദാക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഇതിന് മറുപടി പറയൽ ഒരു ഇസ്ലാമികമായ ബാധ്യതയാണ് എന്നുള്ള നിലക്കാണ് വളരെ ഗുണകാംക്ഷയോടുകൂടി പറയുന്നത്. അതുകൊണ്ട് ഇത്തരം അബദ്ധങ്ങൾ ഉദ്ധരിക്കരുത്. ഇത് ദീനാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലാണ്. അതുകൊണ്ട് ഇതിൽ അറിവില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. പ്രത്യേകിച്ചും അള്ളാഹുവിൻ്റെ ആയത്തുദ്ധരിച്ച് ഹദീസുകൾ ഉദ്ധരിച്ചിട്ട് ദീനിലില്ലാത്ത കാര്യങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകളിലേക്ക് താങ്കളുടെ ഈ വാക്കുകൾ എത്തും, ഒരുപാട് ആളുകൾ പിഴവിൽ തുടരും. ഇതിൻ്റെയൊക്കെ പാപഭാരം ഇത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകൾക്കാണ് വഹിക്കേണ്ടി വരിക. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ഗുണകാംക്ഷയോടുകൂടി ഉണർത്തുകയാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹദ വല്ലാഹു തആല അലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.